സം ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗ്നോമെട്രി ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 6th ക്വസ്റ്റ്യൻ വരെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് 7th ക്വസ്റ്റ്യൻ തൊട്ടാണ് ചെയ്യുന്നത്. 7th ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. ഫ്രം എ പോയിന്റ് ഓൺ ദ ഗ്രൗണ്ട് the angle of elevation of the bottom and top of a tower fixed at the top of a 20-meter high building are 45 degree and 60 degree respectively. Find the height of the tower. അപ്പോൾ ഒരു 20 മീറ്റർ ബിൽഡിംഗ്, അപ്പോൾ ആദ്യം നമ്മൾ 20 മീറ്റർ ബിൽഡിംഗ് പറഞ്ഞു. അതിൻ്റെ മുകളിൽ ഒരു ടവർ വെച്ചിട്ടുണ്ട്. ആ ടവറിന് ഗ്രൗണ്ടിൽ നിന്നുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ ബോട്ടം, അത് ആ ടവറിൻ്റെ ബോട്ടത്തിലേക്കും ആ ടവറിൻ്റെ മുകളിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ ബോട്ടം 45 ഡിഗ്രി, ടോപ്പിലേക്ക് 60 ഡിഗ്രി. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇവിടെ ഹൈറ്റ് ഓഫ് ദ ടവർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അതായത് DC ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ഇതിനനുസരിച്ച് ഫിഗർ വരയാൻ മനസ്സിലാക്കുക. ആദ്യം ഒരു 20 മീറ്റർ ഹൈ ബിൽഡിംഗ് വരക്കുക, ഹൈറ്റുള്ള ഒരു ബിൽഡിംഗ് വരഞ്ഞു. അതിൻ്റെ മുകളിൽ ഒരു ടവർ വെച്ചിട്ടുണ്ട്. ആ ടവറിന് അതിൻ്റെ ബോട്ടത്തിൽ നിന്നും ടോപ്പിൽ നിന്നുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ നമുക്ക് തന്നിട്ടുണ്ട് 45 ഡിഗ്രി. ബോട്ടത്തിൽ നിന്ന് 45 ഡിഗ്രിയും ടോപ്പിൽ നിന്ന് 60 ഡിഗ്രിയും. അപ്പോൾ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 2 ട്രയാങ്കിൾ എടുത്തിട്ടാണ് ചെയ്യാൻ പറ്റുക. വലിയ ട്രയാങ്കിളും അതുപോലെ ഈ ചെറിയൊരു ട്രയാങ്കിളും എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ചെറിയ ട്രയാങ്കിൾ ABC നോക്കുമ്പോൾ അതിൽ ഈ ഒരു സൈഡ് അറിയാം. ഈ ഒരു സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ ട്രയാങ്കിളിൻ്റെ ഈ ഡിസ്റ്റൻസ് ആണല്ലോ കാണേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് ഹൈപ്പോട്ടന്യൂസ് സൈഡിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എന്തെടുത്താൽ മതി? ടാൻ എടുത്താൽ മതി. അപ്പോൾ ആദ്യം ഈ ട്രയാങ്കിൾ ABCയിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യുക? ടാൻ 45 ഈക്വൽ ടു ടാൻ 45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് BC, അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് AB. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ്, അത് എഴുതി. ഇപ്പോൾ BC എന്ന് പറയുന്നത് എത്രയാണ്? 20 ബൈ AB നമുക്ക് അറിയില്ല, അതേപോലെ തന്നെ എഴുതി AB. ടാൻ 45 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ AB ഈക്വൽ ടു 20. ഈ ടാൻ 45 വരുമ്പോൾ എപ്പോഴും ഇവിടെ എന്താണോ ഉള്ളത് അത് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുക. അപ്പോൾ AB 20 മീറ്റർ എന്ന് നമുക്ക് കിട്ടി. AB ഈക്വൽ ടു 20 മീറ്റർ. ഇനി നമുക്ക് CD ആണ് കണ്ടത്. അതിന് വേണ്ടി വലിയ ട്രയാങ്കിൾ എടുക്കുന്നു. ഇൻ ട്രയാങ്കിൾ ABDയിൽ അവിടെയും നമുക്ക് ഈ സൈഡാണ് വേണ്ടത്. ഓപ്പോസിറ്റ് സൈഡ് കിട്ടിയാൽ അതിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ഡിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് BC മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് CD കിട്ടും. അതായത് BD കിട്ടിക്കഴിഞ്ഞാൽ BD മൈനസ് BC ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? CD കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം ഈ ഒരു BD കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടാൻ 60 എന്ന് പറയുന്നത് അവിടെ ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? BD ബൈ AB ആണ്. BD ബൈ AB എന്ന് പറയുന്നത് BD എത്രയാണ്? ഇത് നമുക്ക് അറിയില്ല, ഇതിനെ X ആയിട്ട് എടുക്കാം. നമുക്ക് CD എന്നുള്ളത് X ആയിട്ട് എടുക്കാം. അപ്പോൾ CD X ആണെങ്കിൽ BD എന്ന് പറയുന്നത് BD ഈക്വൽ ടു BC പ്ലസ് CD ആണ്. BC പ്ലസ് CD എന്ന് പറയുമ്പോൾ അവിടെ 20 പ്ലസ് X എന്ന് കിട്ടും. ടാൻ 60 എന്ന് പറയുന്നത് ടാൻ 60 √3. ടാൻ 60 എന്ന് പറയുന്നത് √3 ഈക്വൽ ടു BD എന്ന് പറയുന്നത് 20 പ്ലസ് X ആണ്. 20 പ്ലസ് X ഡിവൈഡ് ബൈ 20. AB നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 20. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 20 √3 ഈക്വൽ ടു 20 പ്ലസ് X. X is equal to 20 √3 മൈനസ് 20. അതിൽ നമുക്ക് എന്ത് ചെയ്യാം? 20 കോമൺ ആയിട്ട് എടുക്കാം. X is equal to 20 ഇൻറ്റു √3 മൈനസ് 1. ഇവിടെ നിങ്ങൾക്ക് √3യുടെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കണം. ഇല്ലെങ്കിൽ ഇത് തന്നെ CD എന്ന് പറയുന്നത് X തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. X കിട്ടിയത് കൊണ്ട് CD എന്ന് പറയുന്നത് അവിടെ എന്ത് എഴുതിയാൽ മതി? CD is equal to therefore height of the tower equal to 20 into √3 minus 1. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ടവർ എന്ന് പറയുന്നത് നമുക്ക് 20 into √3 മൈനസ് 1 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ √3യുടെ വാല്യൂ എന്ന് പറയുന്നത് 1.73 ആണ്. അതിൻ്റെ വാല്യൂ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട്
നമുക്ക് അതിൻ്റെ ഹൈറ്റ് കാണാം. ഹൈറ്റ് എന്ന് പറയുന്നത് അവിടെ 20 ഇൻറ്റു √3 1.73 മൈനസ് 1 കൊടുക്കുക. അപ്പോൾ 1.73 മൈനസ് 1 എന്ന് പറയുന്നത് 1 പോയി 0.73 ആവും. അപ്പോൾ 20 ഇൻറ്റു 0.73 ആണ് വരിക. അപ്പോൾ 0.73 ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുന്നത്? 146. അപ്പോൾ 1460 ആവില്ല, 146. 14.6 മീറ്റർ ആണ് ഹൈറ്റ് ഓഫ് ദ ടവർ എന്ന് പറയുന്നത് 14.6. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. സ്റ്റാച്യു 1.6 മീറ്റർ ടോൾ സ്റ്റാൻഡ്സ് ഓൺ ദ ടോപ്പ് ഓഫ് എ പെഡസ്റ്റൽ. ഒരു പെഡസ്റ്റലിന്റെ മുകളിലാണുള്ളത്. ഫ്രം എ പോയിന്റ് ഓൺ ദ ഗ്രൗണ്ട് ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് ദ സ്റ്റാച്യു ഈസ് 60 ഡിഗ്രി. ടോപ്പിലേക്ക് 60 ഡിഗ്രിയും ഫ്രം ദ സെയിം പോയിന്റ് ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് ദ പെഡസ്റ്റൽ ഈസ് 45 ഡിഗ്രി. അതിന്റെ ടോപ്പിലേക്കുള്ളത് 45 ഡിഗ്രിയാണ് തന്നിട്ടുള്ളത്. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ പെഡസ്റ്റൽ. അപ്പോൾ ഹൈറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൽ നമുക്ക് BC എന്ന് പറയുന്നത് പെഡസ്റ്റലിന്റെ മുകളിൽ സ്റ്റാച്യു ഉണ്ട്. സ്റ്റാച്യുവിന്റെ ടോപ്പിലേക്കും ബോട്ടത്തിലേക്കുമുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഒന്ന് 45, ബോട്ടത്തിലേക്ക് 45 ഡിഗ്രിയും ടോപ്പിലേക്കുള്ളത് 60 ഡിഗ്രിയാണ്. അവിടെ CD നമുക്ക് 1.6 എന്ന് തന്നിട്ടുണ്ട്. ഹൈറ്റ് ഓഫ് പെഡസ്റ്റൽ ആണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ലെറ്റ് ദ ഹൈറ്റ് ഓഫ് പെഡസ്റ്റൽ ബി എന്തായിട്ട് എടുക്കുന്നു? H ആയിട്ട് എടുക്കുന്നു. അപ്പോൾ നമ്മൾ വലിയ ട്രയാങ്കിൾ എടുക്കുക. ഇൻ ട്രയാങ്കിൾ ABD, ഇവിടെ നമുക്ക് ഹൈപ്പോട്ടന്യൂസ് സൈഡ് ആവശ്യമില്ലാത്തത് കൊണ്ട് tan 60 എടുക്കുന്നു. tan 60 ഈക്വൽ ടു ഈ ആംഗിളിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് BD ബൈ AB. BD എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? BD ഈക്വൽ ടു BC പ്ലസ് CD ആണ്. BC പ്ലസ് CD. BC എന്ന് പറയുന്നത് H ആണ്. CD എന്ന് പറയുന്നത് 1.6 ആണ്. അതുപോലെ ABX നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. tan 60 എന്ന് പറയുന്നത് √3 ഈക്വൽ ടു BD എന്ന് പറയുന്നത് H പ്ലസ് 1.6 ഡിവൈഡ് ബൈ AB എന്ന് പറയുന്നത് X. ഇവിടെ നമുക്ക് X ആണ് കാണാൻ. X കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. X is equal to H പ്ലസ് 1.6 ബൈ √3 എന്ന് എഴുതി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത ഈ ട്രയാങ്കിൾ എടുക്കുന്നു ABC. ഇൻ ട്രയാങ്കിൾ ABCയിൽ നമുക്ക് BC ആണ് കിട്ടുന്നത്. BC കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? tan 45 ഈക്വൽ ടു BC ബൈ AB. ഇവിടെ AB എന്ന് പറയുന്നത് X. അപ്പൊ BC എത്രയാണ്? H. ഇത് H ബൈ X ആണ് നമുക്ക് കിട്ടുന്നത്. tan 45 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 ഈക്വൽ ടു H ബൈ X. അതായത് X is equal to H എന്ന് കിട്ടി. അപ്പൊ X is equal to H എന്നുള്ളത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? H ഈക്വൽ ടു H പ്ലസ് 1.6 ഡിവൈഡ് ബൈ √3 എന്ന് വരും. അപ്പൊ ഇതിനെ ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുക. അപ്പൊ എന്ത് വരും? H √3 ഈക്വൽ ടു H പ്ലസ് 1.6. ഇവിടെ നമുക്ക് H ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു സൈഡിലേക്ക് കൊണ്ടുപോവാം. H √3 മൈനസ് H ഈക്വൽ ടു 1.6 ആണ് വരുന്നത്. അതിൽ H കോമൺ ആയിട്ട് എടുക്കുമ്പോൾ √3 മൈനസ് 1 ഈക്വൽ ടു 1.6 എന്ന് കിട്ടി. ഇവിടെ H is equal to 1.6 ഡിവൈഡ് ബൈ √3 മൈനസ് 1 ആണ് വരുന്നത്. ഇനി അതിനെ നമുക്ക് എന്ത് ചെയ്യണം? അതിനെ റേഷണലൈസ് ചെയ്യണം. റേഷണലൈസ് ചെയ്യുമ്പോൾ H is equal to 1.6 by √3 minus 1 into √3 plus 1 by √3 plus 1. ഇവിടെ 1.6 into √3 plus 1 divide by 3 minus 1. 3 minus 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആയി. അപ്പോൾ 1.6 by 2 into √3 plus 1 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ 0.8. അപ്പോൾ 0.8 into √3 plus 1 മീറ്റർ ആണ് അതിൻ്റെ ഹൈറ്റ് ഓഫ് ദ പെഡസ്റ്റൽ എന്ന് പറയുന്നത്.
0.8 ഇൻറ്റു √3 പ്ലസ് 1 മീറ്റർ. √3യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടും ചെയ്യാം. √3യുടെ വാല്യൂ 1.73 കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയും ചെയ്യാം. വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ. The angle of elevation of the top of a building from the foot of the tower is 30 degree and the angle of elevation of the top of the tower from the foot of the building is 60 degree. If the tower is 50 meter high, find the height of the building. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഇത് AB ആണ് ടവർ, CD എന്നുള്ളത് ബിൽഡിംഗ്. അപ്പോൾ CD എന്നുള്ള ബിൽഡിംഗ് ആവുമ്പോൾ ടവറിന്റെ ബോട്ടത്തിൽ നിന്ന് ബിൽഡിങ്ങിന്റെ ടോപ്പിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ്. അതുപോലെ ബിൽഡിങ്ങിന്റെ ബോട്ടത്തിൽ നിന്ന് ടവറിന്റെ ടോപ്പിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. അപ്പൊ അതിൽ തന്ന പോലെ നമ്മൾ വരിക, ഇപ്പുറത്തെ ടവർ കൊടുത്തു, നമ്മൾ ഇവിടെ ബിൽഡിംഗ് എന്നുള്ളത് കൊടുത്തു, എന്നിട്ട് ആ ആംഗിൾ ഓഫ് എലിവേഷൻ എങ്ങനെയാണോ പറഞ്ഞത് അതിനനുസരിച്ച് വരണം. ഇവിടെ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 50 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ബിൽഡിങ്ങിന്റെ അല്ല, ടവറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 50 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ നമ്മൾ ഇവിടെ എടുക്കുന്നു, ലെറ്റ് ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് ബി എച്ച് ആയിട്ട് എടുത്തു. നമുക്ക് അതാണ് കണ്ടുപിടിക്കേണ്ടത്. CD ആണ് കണ്ടുപിടിക്കേണ്ടത്, ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് നമ്മൾ എന്തായിട്ട് എടുത്തു? എച്ച് ആയിട്ട് എടുത്തു. ടവറിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. ഇത് ടവർ, ഇത് ബിൽഡിംഗ്. അപ്പോൾ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിൽ നമുക്ക് 2 ട്രയാങ്കിൾ ആയിട്ട് എടുത്തിട്ടേ ചെയ്യാൻ കഴിയുള്ളൂ. ഇതിലും നമുക്ക് എന്ത് വേണ്ട? ഹൈപ്പോട്ടന്യൂസ് സൈഡ് വേണ്ട. അപ്പൊ ടാൻ എടുത്താൽ മതി. അപ്പൊ ഇൻ ട്രയാങ്കിൾ ABCയില് ടാൻ 60 ഈക്വൽ ടു ടാൻ 60 ആംഗിളിന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് എന്താണ്? AB. ടാൻ 60 ഈക്വൽ ടു AB ബൈ BC ആണ്. BCയും നമുക്ക് അറിയില്ല, BC X ആയിട്ട് എടുത്തു. അപ്പോ ഇവിടെ ടാൻ 60 എന്ന് പറയുന്നത് √3 ആണ്. AB എത്രയാണ്? 50 ബൈ X. അതായത് X is equal to 50 by √3 എന്ന് കിട്ടി. X is equal to 50 by √3 കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു ട്രയാങ്കിൾ എടുക്കുക. ഈ ട്രയാങ്കിൾ BDCയില് നമുക്ക് എന്ത്? ടാൻ 30 ഈക്വൽ ടു DC ബൈ BC. DC എന്തായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്? H. ടാൻ 30 എന്ന് പറയുന്നത് 1/√3 ഈക്വൽ ടു DC എന്ന് പറയുന്നത് H ബൈ BC എന്ന് പറയുന്നത് X ആണ്. അപ്പൊ X is equal to H√3 എന്നാണ് ഉള്ളത്. ഇനി നമുക്ക് X ഇവിടെ കിട്ടിയിട്ടുണ്ട്. X എത്രയാണ്? 50 ബൈ √3. ഇത് 1 എന്ന് കൊടുക്കുക, ഇത് 2 എന്ന് കൊടുക്കുക. ഫ്രം ഇക്വേഷൻ 1 and 2 അല്ലെങ്കിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഫ്രം ഇക്വേഷൻ 1 and 2 നമുക്ക് എങ്ങനെ കിട്ടും? ഇവിടെ അതായത് X എന്ന് പറയുന്നത് H ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് H√3 ഈക്വൽ ടു Xന്റെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. H√3 എന്നുള്ളത് ഫസ്റ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ H ഇൻറ്റു √3 ഈക്വൽ ടു 50 എന്ന് വന്നു. അതായത് 3H is equal to 50, H is equal to 50 by 3. 50 by 3 എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് 50 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 50നെ ഡിവൈഡ് ചെയ്ത് നോക്കാം. 3 20, 20ന് 6, അപ്പോൾ 18. ഇനി എന്ത് വരും? 0.66 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ 16.666 മീറ്റർ, അങ്ങനെ 16.67 മീറ്റർ എന്ന് എഴുതിയാലും മതി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. Two poles of equal length are standing opposite to each other on either side of the road which is 80 meter wide from a point between them on the road. ഒരു പോയിന്റിൽ നിന്ന് 80 മീറ്റർ രണ്ട് പോൾസ് നിൽക്കുന്നത് റോഡിന് ഇരുവശമാണ്. The angle of elevation of the top of the poles are 60 degree and 30 degree respectively. Find the height of the pole and the distance of the point from the poles. ആ പോൾസ് എന്നുള്ള ഡിസ്റ്റൻസ് കൂടി കാണണം. അതായത് 2 പോളുണ്ട്, ആ 2 പോളിന്റെ ഡിസ്റ്റൻസ്, ആ പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. ഇവിടെ നമ്മളെ പോൾസ് എന്ന് പറയുന്നത് ABയും CDയും ആണ്. ABയും CDയും അപ്പോൾ ഈ ഡിസ്റ്റൻസ് അതായത് BDന്റെ ഡിസ്റ്റൻസ് 80 മീറ്റർ എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈക്വൽ പോൾസ് ആണ് ABയും CDയും. അപ്പോൾ ഒരു പോയിന്റിൽ നിന്ന് ഇത് ഈ 2 പോൾസ് എങ്ങനെയാണുള്ളത്? റോഡിന് ഇരുവശമാണ്.
ഒരു പോയിന്റിൽ നിന്ന് ആ പോൾസിന്റെ ടോപ്പിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. 30 ഡിഗ്രിയും 60 ഡിഗ്രിയും ആംഗിൾ ഓഫ് എലിവേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ രണ്ട് പോൾസും ഈക്വൽ ഹൈറ്റിലാണുള്ളത്. രണ്ട് പോൾസിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കുക. അതായത് ഒരേ ഹൈറ്റ് കണ്ടുപിടിച്ച് അത് രണ്ട് സെയിം തന്നെ AB. ആ ഹൈറ്റ് കണ്ടുപിടിക്കണം. അതുപോലെ ഈ പോയിന്റ്, ഈ പോള് ഡിസ്റ്റൻസ് ഫ്രം AB നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളത് കാണണം. അതുപോലെ CD എന്ന പോളിൽ നിന്നുള്ള ഈ ഡിസ്റ്റൻസ്, ഇത് രണ്ടും ഈക്വൽ എന്നൊന്നും പറയുന്നില്ല. ഒരു പോയിന്റിൽ നിന്ന്, അതായത് ആ പോളിന്റെ മുകളിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പോൾ ഈ രണ്ട് ഡിസ്റ്റൻസും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ മൊത്തമുള്ള ഡിസ്റ്റൻസ്, ആ രണ്ട് പോളിന്റെയും തമ്മിലുള്ള ഡിസ്റ്റൻസ് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ 80. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ BP എന്ന് പറയുന്നത് PD എക്സ് ആയിട്ട് എടുത്തു. PD ഈക്വൽ ടു എക്സ് ആണെങ്കിൽ BP എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം നമുക്ക്? BP എന്ന് പറയുന്നത് BD മൈനസ് PD ആണ്. BD എത്രയാണ്? 80 മൈനസ് PD നമ്മൾ എക്സ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ BP എന്ന് പറയുന്നത് 80 മൈനസ് എക്സ് കിട്ടും. അങ്ങനെയാണ് ഇത് 80 മൈനസ് എക്സും ഇത് എക്സും ആയിട്ട് കിട്ടിയത്. ഇനി ഇവിടെ നമുക്ക് ആദ്യം പറയാം, ലെറ്റ് ദ ഹൈറ്റ് ഓഫ് ദ പോൾ ബി എന്തായിട്ട് എടുത്തു? നമ്മൾ എച്ച് ആയിട്ട് എടുത്തു. അതുപോലെ ലെറ്റ് PD ഈക്വൽ ടു എക്സ് ആയിട്ട് എടുത്തു. ഇനി ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് ട്രയാങ്കിളിലും നമുക്ക് എന്ത് വേണ്ട? ഹൈപ്പോട്ടന്യൂസ് സൈഡ് വേണ്ട, ഈ സൈഡാണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? tan 30 കണ്ടുപിടിച്ച് അതുപോലെ ഇതിൽ tan 60 കണ്ടുപിടിക്കുക. അപ്പോൾ ഈ ട്രയാങ്കിൾ ABP എന്നുള്ള ട്രയാങ്കിളിൽ നമുക്ക് tan 30 എന്ന് പറയുന്നത് എന്താണ്? അവിടെ AB ബൈ BP ആണ്. അപ്പോൾ tan 30 എന്ന് പറയുന്നത് 1/√3 ഈക്വൽ ടു AB നമ്മൾ എച്ച് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. BP എന്ന് പറയുന്നത് 80 മൈനസ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എച്ച് എന്ന് പറയുന്നത്, എച്ച് അവിടെ തന്നെ വെക്കുക, 80 ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ 80 മൈനസ് എക്സ് ഡിവൈഡ് ബൈ √3 എന്ന് കിട്ടി. എച്ച് ഇസ് ഈക്വൽ ടു 80 മൈനസ് എക്സ് ബൈ √3. ഇനി എന്ത് ചെയ്യുക? ഈ ട്രയാങ്കിൾ എടുക്കുക. ഈ ട്രയാങ്കിൾ CDP, ആ ഒരു ട്രയാങ്കിളിൽ നമുക്ക് tan 60 ഈക്വൽ ടു എങ്ങനെ പറയാം? CD ബൈ PD. tan 60 ഈസ് ഈക്വൽ ടു √3. CD എത്രയാണ്? H ബൈ PD എന്ന് പറയുന്നത് എക്സ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? H ഇസ് ഈക്വൽ ടു x√3. ഇത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ 1ൽ നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് H ഇസ് ഈക്വൽ ടു x√3 എന്നുള്ളത് ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും എന്നുള്ളത് നോക്കാം. അതായത് x√3 ഈക്വൽ ടു 80 മൈനസ് എക്സ് ബൈ √3. ഇവിടെ √3 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും? √3 × √3 3. 3x ഇസ് ഈക്വൽ ടു 80 മൈനസ് എക്സ്. അവിടെ 4x ഇസ് ഈക്വൽ ടു 80, എക്സ് ഇസ് ഈക്വൽ ടു 20 എന്ന് കിട്ടി. അപ്പോൾ എക്സ് 20 മീറ്റർ. അതായത് CDന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഇവിടെ ഡിസ്റ്റൻസ് ഫ്രം CD എന്ന് പറയുന്നത് എത്രയാണ്? 20 മീറ്റർ എന്ന് കിട്ടി. ഇത് 20 കിട്ടിയതെങ്കിൽ ഇത് എത്രയായിരിക്കും? BP എന്ന് പറയുന്നത് അവിടെ BP ഈക്വൽ ടു 60 ആയിരിക്കും. അതായത് 80 മൈനസ് 20 എന്ന് പറയുന്നത് 60. 80 മൈനസ് 20 ഈക്വൽ ടു 60 എന്നുള്ളത് കിട്ടി. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇപ്പോൾ നമുക്ക് രണ്ടിനെയും പോൾസിന്റെ ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളത് കിട്ടി. ഇത് 60യും ഇത് 20യും. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് 80. അത് ശരി. ഇനി ഹൈറ്റ് കണ്ടുപിടിക്കണം. ഹൈറ്റ് ഓഫ് ദ പോൾ ഈക്വൽ ടു, രണ്ട് പോളിന്റെ ഹൈറ്റ് സെയിം ആണ്. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ പോൾ എന്ന് പറയുന്നത് H ഇസ് ഈക്വൽ ടു x√3 ആണ്. x√3 എന്ന് പറയുമ്പോൾ എക്സ് എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? 20. അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് 20√3 മീറ്റർ. രണ്ട് പോൾസിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 20√3യും ഡിസ്റ്റൻസ് CDയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20യും ABയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 60. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ 11th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എ TV tower stands vertically on a bank of a canal. From a point on the other bank directly opposite the tower, the angle of elevation of the top of the tower is 60 degree. From another point on the line joining this point to the foot of the tower, the angle of elevation of the tower is 30 degree. Find the height of the tower and width of the canal. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ AB എന്ന് പറയുന്നതാണ് ടവർ. ഇവിടെ width of the canal എന്ന് പറയുന്നത് BC. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
അപ്പോൾ ഇവിടെ ഈ ബി സിയിൽ നിന്ന്, അതായത് ഇപ്പുറത്തെ സൈഡിലാണ്, കനാലിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ് എന്തുള്ളത്, ടവർ ഉള്ളത്. അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ടവറിൻ്റെ ടോപ്പിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. പിന്നെ അവിടുന്ന് ഒരു 20 മീറ്റർ മാറിയിട്ട് ടവറിൻ്റെ ടോപ്പിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് 30 ഡിഗ്രി. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. കണ്ടുപിടിക്കേണ്ടത് ഹൈറ്റ് ഓഫ് ദ ടവറും അതുപോലെ വിഡ്ത്ത് ഓഫ് ദ കനാലുമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കുന്നു ലെറ്റ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ ബി h ആയിട്ട് എടുത്തു. അതുപോലെ വിഡ്ത്ത് ഓഫ് ദ കനാൽ ബി x ആയിട്ട് എടുത്തു. ഇനി ഇതിൽ നമുക്ക് ഇതിലും എന്താണ്, ഈ സൈഡും ഇതുമാണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ടാൻ തന്നെ എടുത്താൽ മതി. അപ്പോൾ ഈ ട്രയാങ്കിൾ എ ബി സിയിൽ ടാൻ 60 ഈക്വൽ ടു, എങ്ങനെ പറയാം, ടാൻ 60ക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് എ ബി ബൈ ബി സി. അവിടെ ടാൻ 60 എന്ന് പറയുന്നത് നമുക്കറിയാം √3. എ ബി എത്രയാണ്, h ബൈ ബി സി എന്ന് പറയുന്നത് x. ഇവിടെ h ഇസ് ഈക്വൽ ടു √3x എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യാം, ഇൻ ട്രയാങ്കിൾ എ ബി ഡി tan 30 ഈക്വൽ ടു, എങ്ങനെ എഴുതാം, tan 30 ഈക്വൽ ടു എ ബി ബൈ ബി ഡി. ബി ഡി എന്ന് പറയുന്നത് എത്രയാണ്, അപ്പോൾ 20 പ്ലസ് എക്സ്. tan 30 എന്ന് പറയുന്നത് 1/√3, എ ബി എന്ന് പറയുന്നത് h ബൈ ബി ഡി എന്ന് പറയുന്നത് x പ്ലസ് 20. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, എച്ചിൻ്റെ വാല്യൂ h √3x ആണ്, അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് 1 ഇത് 2 കൊടുത്തു. സബ്സ്റ്റിറ്റ്യൂട്ടിങ് അല്ലെങ്കിൽ ഫ്രം ഇക്വേഷൻ 1 and 2. ഇവിടെ 1 ആണ് നമ്മൾ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫ്രം ഇക്വേഷൻ 1 and 2 അതിൽ നമുക്ക് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇവിടെ h ഇസ് ഈക്വൽ ടു, അതായത് ഇതിനെ ഇങ്ങനെ എഴുതാം, h ഇസ് ഈക്വൽ ടു x പ്ലസ് 20/√3 എന്നാണ് കിട്ടിയത്. h അവിടെ തന്നെ വെക്കുക, x ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുക. h ഇസ് ഈക്വൽ ടു x പ്ലസ് 20/√3. ഈ hന്റെ പ്ലേസിൽ നമുക്ക് √3x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ √3x ഇസ് ഈക്വൽ ടു x പ്ലസ് 20 ഡിവൈഡ് ബൈ √3. അപ്പോൾ ഇതിങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുമ്പോൾ 3x ഇസ് ഈക്വൽ ടു x പ്ലസ് 20, 2x ഇസ് ഈക്വൽ ടു, അതായത് 3x മൈനസ് x എന്ന് പറയുന്നത് 2x ഇസ് ഈക്വൽ ടു 20, x ഇസ് ഈക്വൽ ടു 10. അപ്പോൾ x എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് ദ കനാൽ നമുക്ക് എത്ര കിട്ടി, 10 മീറ്റർ. അപ്പോൾ വിഡ്ത്ത് ഓഫ് ദ കനാൽ കിട്ടി. ഇനി എന്ത് വേണം, ഹൈറ്റ് ഓഫ് ദ ടവർ വേണം. ഹൈറ്റ് ഓഫ് ദ ടവർ എന്ന് പറഞ്ഞാൽ h എന്ന് പറയുന്നത് √3x ആണ്. ഹൈറ്റ് ഓഫ് ടവർ ഈക്വൽ ടു h ഇസ് ഈക്വൽ ടു √3x ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 10√3. ഇപ്പോൾ 10√3 മീറ്റർ. അത് രണ്ടുമാണ് അതിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.